അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചൈന ഗ്രാസ് എങ്ങനെ മെൽറ്റ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ ചൈന ഗ്രാസ് ശരിക്കും മെൽറ്റ് ആവുന്നില്ല എന്ന്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കൂടി പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ചൈന ഗ്രാസ് മെൽറ്റ് ആക്കാമെന്ന് നോക്കാം. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ ആവശ്യത്തിനുള്ള ചൈന ഗ്രാസ് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കാം. കത്രിക വെച്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ ചെറിയൊരു പാനിലേക്ക് ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കണം. അതായത് ഈ ചൈന ഗ്രാസ് ആ വെള്ളത്തിൽ അങ്ങ് മുങ്ങിക്കിടക്കണം. അത്രയും വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു 5 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് കുതിരാൻ വെക്കാം. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുപ്പിൽ വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഒന്ന് തിളക്കുന്ന വരെ ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം തിളച്ചതിന് ശേഷം മാത്രം നല്ല ചെറിയ ഫ്ലെയിമിലാക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ചൈന ഗ്രാസ് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം വളരെ ചെറിയ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് മൂടി വെച്ച് നമുക്കിത് മെൽറ്റ് ചെയ്യാൻ വെക്കാം. നല്ല ടൈറ്റായിട്ട് നമുക്കിത് മൂടി വെക്കാം. എന്നിട്ട് അത് നന്നായിട്ട് മെൽറ്റ് ആവുന്നവരെ ഇതുപോലെ ചെറിയ ഫ്ലെയിമിൽ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഏകദേശം 1/4 ഭാഗം മെൽറ്റായി വന്നിട്ടുണ്ട്. ഒരുപാട് തിക്കായി തോന്നുകയാണെങ്കിൽ മാത്രം ഇത്തിരി വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് വീണ്ടും ഇത് അടച്ചു വെച്ച് അത് മെൽറ്റ് ആവുന്ന വരെ ഇതുപോലെ ചെറിയ ഫ്ലെയിമിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ ചൈന ഗ്രാസ് ഇവിടെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയും ചെയ്തിട്ടും ഫുള്ളായിട്ട് മെൽറ്റ് ആവുന്നില്ലെങ്കിൽ അവസാനം പുഡിങ്ങിലേക്ക് ഒഴിക്കുന്ന ടൈം ഒരു അരിപ്പ വെച്ച് അരിച്ചൊഴിച്ചാൽ മതി. അപ്പോൾ അതിലുള്ള തരികളൊക്കെ അരിപ്പയിലങ്ങ് തങ്ങി നിന്നോളും. അപ്പം ഞാനിവിടെ കാണിച്ചത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി മാത്രമാണ്. അപ്പോൾ ആർക്കെങ്കിലും ശരിയാവാത്തവരുണ്ടെങ്കിൽ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല നല്ല റെസിപ്പികളുമായി വരാം. താങ്ക് യു.